ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എന്നേക്കുമായി കറുത്ത അധ്യായം രചിച്ച 1975 മുതൽ 77 വരെ ഉള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് അതിനെതിരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്വയംസേവകർ നടത്തിയ പോരാട്ടം ഐതിഹാസികമാണ്. സമാനതകളില്ലാത്ത ഒരു പോരാട്ട ചരിത്രമാണ് നമുക്ക് ആ സമയത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘം കാഴ്ചവെച്ചതായി കാണുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഒന്ന് ബീഹാർ പ്രക്ഷോഭമാണ്. ആ ബീഹാർ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രവർത്തകർ RSSകാരാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നി. അതുപോലെ തന്നെ ഗുജറാത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ചിമൻഭായ് പട്ടേലിനെതിരെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു. അതിൽ വിദ്യാർത്ഥി പക്ഷത്താണ് അതിൻ്റെ മുമ്പിലുള്ളത് എന്നൊക്കെ റിപ്പോർട്ട് ലഭിച്ച ഇന്ദിരാഗാന്ധി അങ്ങനെയാണ് RSSനെ നിരോധിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 1975 ജൂലൈ 4-നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് നിരോധിക്കുന്നത്. ഉറങ്ങിക്കിടന്നിരുന്ന നിരവധി സംഘത്തിൻ്റെ നേതാക്കന്മാരാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ 10,000-കണക്കിന് സംഘത്തിൻ്റെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു, ക്രൂരമായി പീഡിപ്പിച്ചു. സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനത്തിൻ്റെ ചരിത്രം അത് രാജ്യത്ത് ഉടനീളം അത് സംഭവിച്ചു. ഏതാണ്ട് 87 സ്വയംസേവകർക്ക് ആ കാലഘട്ടത്തിൽ പീഡനത്തിന് ഇരയായും മറ്റും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. സംഘത്തിൻ്റെ അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്ന പാണ്ഡുരംഗ ക്ഷീരസാഗർ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഫലമായി ജീവൻ വെടിഞ്ഞ ആളാണ്. സത്യാഗ്രഹ സമരം നടത്തിയവരൊക്കെ ക്രൂരമായി പോലീസ് പൊതുജനങ്ങളുടെ മുമ്പിൽ വച്ച് തല്ലിച്ചതച്ചു. 4-5 പേരടങ്ങുന്ന അല്ലെങ്കിൽ 10 പേരടങ്ങുന്ന സത്യാഗ്രഹ ബാച്ചുകളെയാണ് ഇതുപോലെ ക്രൂരമായി തല്ലിത്തകർത്തത്. വീടുകളിൽ കയറിയിറങ്ങി സ്വയംസേവകരുടെ അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെ അവരെ അവമാനിച്ചു. വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വയംസേവകരെ കാണാൻ അതുവരെ ജയിലിലോ കോടതിയിലോ ഒന്നും പോകാത്ത അമ്മമാരും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും ഒക്കെ കോടതികളിലും ജയിലിലൊക്കെ കയറിയിറങ്ങുന്ന കാഴ്ച അത് വളരെയധികം അലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ജയിലുകളിൽ അതുവരെ ശീലിച്ചിട്ടില്ലാത്ത ആ ജീവിത രീതി അവർക്ക് നേരിടേണ്ടി വന്നു. നാസി തടങ്കൽ പാളയത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷം രാജ്യത്തെ ലോക്കപ്പുകളിലും ജയിലുകളിലൊക്കെ അരങ്ങേറി. പക്ഷേ ഇത്തരത്തിലുള്ള ആ പോരാട്ടം സംഘത്തെ ചരിത്രത്തിൽ മഹത്വത്തിലേക്ക് ഉയർത്തി. ഈ സംഘത്തിൻ്റെ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ദേവറസ്ജി, അതുപോലെ തന്നെ മാധവറാവ് മൂളെ, രജു ഭയ്യ ഇതുപോലുള്ള അന്നത്തെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാരഥന്മാരാണ്. മാധ്യമങ്ങളെ ആശ്രയിക്കാത്ത വലിയൊരു വിനിമയ ശൃംഖല രാജ്യത്തുടനീളം സംഘം സൃഷ്ടിച്ചു. കാരണം മാധ്യമങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് പാരലായി ഒരു വലിയൊരു വിനിമയ ശൃംഖല തന്നെ 21 മാസം സംഘം രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കി. അത് ശാഖകളിലൂടെയായിരുന്നു. വീട് വീടാന്ത ഉള്ള ഒരു ശൃംഖലയാണ് അന്ന് സംഘം സൃഷ്ടിച്ചത്. അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വീടുകളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരുന്നു. കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ വീടുകളിലെത്തുന്നു, സ്വയംസേവകരുടെ അടുത്തേക്ക് എത്തുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അത് നടത്തി. ആസകലം ജനങ്ങൾക്ക് അപ്പോഴപ്പോൾ വാർത്തകൾ എത്തിക്കുന്ന വാർത്താവിനിമയ സംവിധാനം കൂടി ഉണ്ടാക്കി. കേരളത്തിൽ കുരുക്ഷേത്ര എന്ന പേരിൽ ലഘുലേഖകൾ സമയാസമയങ്ങളിൽ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന പ്രവർത്തനം അത് സ്വയംസേവകർ ഏറ്റെടുത്തു. പോലീസ് ഏറ്റവും കൂടുതൽ സ്വയംസേവകരെ വേട്ടയാടിയത് കുരുക്ഷേത്രം എവിടെ പ്രിന്റ് ചെയ്യുന്നു, എവിടെ നിന്ന് ഇറക്കുന്നു, ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ 1976 പോലീസിൻ്റെയും അധികാരികളുടെയൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി, അന്ന് പാർലമെൻറ്റ് മെമ്പറാണ്, അദ്ദേഹം പാർലമെൻറ്റിലെത്തുകയും ഒരു പ്രസംഗം നടത്തി
ഇവരുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ട് വിദേശത്തേക്ക് മടങ്ങി. ഇന്ദിരാഗാന്ധിയുടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി അവിടെ എത്തിയത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ വളരെ സാഹസികമായിട്ടുള്ള ദൗത്യത്തിൽ ഞാൻ പിടിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം RSS പ്രവർത്തകരുടെ ഒരു ശൃംഖല എല്ലാ ഭാഗത്തും ഞാൻ എയർപോർട്ടിൽ എത്തുന്നവരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിടിക്കപ്പെടാതെ പോയത്. ഒടുവിൽ ഇത്രയധികം പോലീസിൻ്റെ അടിച്ചമർത്തലും ഒക്കെ ചെയ്തതിനു ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിയും അന്നത്തെ ആഭ്യന്തര കാര്യമന്ത്രിയായിരുന്ന ബ്രഹ്മാനന്ദ റെഡ്ഡിയും ഒക്കെ പറഞ്ഞത് RSS പ്രവർത്തകരിൽ 10% പോലും പിടിക്കാൻ ഞങ്ങളുടെ സംവിധാനത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. മറ്റു പലരെയും, ദേശീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ട് അതിശയിച്ചവർ. ജയപ്രകാശ് നാരായണൻ അദ്ദേഹം പറഞ്ഞു, വളരെ അതിശയിക്കുന്ന പ്രവർത്തനമാണ്, ഞാൻ ഇതുവരെ ഇങ്ങനൊരു മഹത്വം സംഘത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. 1948 ഗാന്ധിവധത്തിൻ്റെ പേരിൽ ഡൽഹിയിലെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുകയും ഡൽഹി കാര്യാലയത്തിന് കല്ലെറിയുകയും ചെയ്യുന്ന ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബീഹാറിലെ പാറ്റ്നയിലെ സംഘശിക്ഷാവർഗിൽ പങ്കെടുത്തു അദ്ദേഹം. അതുപോലെ തന്നെ കേരളത്തിലെ കാലടിയിൽ നിന്ന സംഘശിക്ഷാവർഗിലും ശ്രീ ജയപ്രകാശ് നാരായണൻ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അച്യുത് പടവർദ്ധൻ എന്ന് പറഞ്ഞ സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹം സംഘത്തെ പ്രശംസിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ ലഭിച്ചില്ല. അത്രയും വലിയ പ്രശംസയാണ് അദ്ദേഹം ഇതാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM-ന്റെ നേതാവായിരുന്ന AK ഗോപാലൻ പോലും ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഉയർന്നമായിട്ടൊരു ആദർശത്തിൽ പ്രേരിതരായിട്ടുള്ളൊരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീമാൻ രവീന്ദ്ര വർമ്മ, പിന്നീട് അദ്ദേഹം തൊഴിൽകാര്യ മന്ത്രിയായി 2ാം ലേബർ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു മഹത്തായ മാതൃകയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിന് ആ കാലഘട്ടത്തിൽ RSS കാണിച്ചു തന്നത് എന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള ഒരു ലോക സംഘർഷ സമിതി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ചേർന്നുണ്ടാക്കി. അതിൻ്റെ തലപ്പത്ത് ആദ്യമായിട്ട് വന്നത് നാനാജി ദേശ്മുഖാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ സമുന്നത നേതാവായിരുന്നു അദ്ദേഹം സംയോജകനായി. പിന്നീട് അദ്ദേഹം അറസ്റ്റ് വരിച്ച സമയത്ത് ഭാരതീയ ജനസംഘത്തിൻ്റെ തന്നെ മറ്റൊരു നേതാവായ സുന്ദർ സിംഗ് ഭണ്ഡാരി, അദ്ദേഹം ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിലേക്ക് വന്നു. അദ്ദേഹം പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് രവീന്ദ്ര വർമ്മയാണ് അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന്. രവീന്ദ്ര വർമ്മയും 1976 അറസ്റ്റ് ചെയ്യപ്പെട്ട കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ചുമതല വന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ ആരംഭിച്ച ശ്രീ ദത്തോപൻ ധേങ്കിഡിജിയാണ്. ധേങ്കിഡിജി അതിൻ്റെ നേതൃത്വത്തിൽ വന്നതോടുകൂടി അദ്ദേഹം പൂർണ്ണമായും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും പിടികൊടുക്കാതെ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ് എല്ലാ പ്രവർത്തനത്തെയും സംയോജിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ഉള്ളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയൊരു ഉണർവുണ്ടാകുകയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും പരസ്പരം ആശയപരമായ വ്യത്യസ്തമായ പാർട്ടികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു പോരാട്ടത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം 19 മാസമാണ് പോലീസിൻ്റെയും അധികാരികളുടെയും കണ്ടുവെട്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. മറ്റു പല നേതാക്കന്മാരും പ്രതിഷേധിക്കാൻ ഭയന്ന കാലഘട്ടത്തിൽ വലിയൊരു മുന്നേറ്റത്തെ, ലോക സംഘർഷ സമിതിയെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഇതേ സമയത്ത് വിദേശ രാജ്യങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്വയംസേവകരുടെ നേതൃത്വത്തിൽ നടന്നു. അതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് അന്ന് രജു ഭയ്യ ആയിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന പേരിലുള്ള സംഘടനയാണ് അതിൽ പ്രവർത്തിച്ചത്. ഇന്ത്യ ഫോർ ഡെമോക്രസി, ഹിന്ദു സ്വയംസേവക സംഘം, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്നിരുന്നു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ലണ്ടൻ ഇക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ പത്രം ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അവർ പറഞ്ഞത് ലോകത്തെ ഏക ഇടതുപക്ഷേതര വിപ്ലവ ശക്തിയാണ് RSS എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മാർഗരറ്റ് താച്ചർ, അമേരിക്കൻ സെനറ്ററായിട്ടുള്ള എഡ്വേർഡ് കെന്നഡി തുടങ്ങിയവർ RSSൻ്റെ അടിയന്തരാവസ്ഥ കാലത്തെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തെ വളരെയധികം ശ്ലാഘിക്കുകയുണ്ടായി. ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്ന ഒരു സംഘടനയാണ്, ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കാൻ ക്ഷമതയുള്ള സംഘടനയാണ് RSS എന്ന് ആ അവസാന കാലത്താണ് ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ചറിയുന്നത്.
പക്ഷേ എല്ലാ കാലത്തും ഏകാധിപതികളെ സുഖിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്യുക. അവർ പറഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള പറ്റിയ സമയമാണ് എന്ന് 1977 അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജനുവരി 18 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. വെറും 3-4 ദിവസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ ശ്രീ ദത്തോപന്ത് ഠേംഗഡിജി എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരികയും ഒരു മാനിഫെസ്റ്റോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ശക്തി പടുത്തുയർത്തുകയും ചെയ്തു. അവരാണ് ആ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ട് 3-2 ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മുന്നോട്ട് വരുന്നത്. അങ്ങനെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു പ്രതിരോധം സൃഷ്ടിച്ച ഒരു സംഘാടകനായിരുന്നു ശ്രീ ദത്തോപന്ത് ഠേംഗഡിജി. അതുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് ശ്രീ ഠേംഗഡിജിയാണ് എന്ന്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. വീട് വീടാന്തരം സ്വയം സേവകരും സംഘപ്രവർത്തകരുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ പ്രവർത്തിച്ചു. കേരളത്തിൽ CPM, RSS, BJP, ഭാരതീയ ജനസംഘം ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഉദുമയിലെ KG മാരാരെ CPM പിന്തുണച്ചു. EMS നമ്പൂതിരിപ്പാടാണ് KG മാരാറിൻ്റെ O രാജഗോപാലിൻ്റെയും തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ LK അദ്വാനിയാണ് CPMൻ്റെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലേക്ക് കയറുന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥയിൽ ചെയ്ത ഭരണഘടനാ ഭേദഗതികളൊക്കെ തന്നെ ആ ജനതാ പാർട്ടി റദ്ദാക്കി. അങ്ങനെ അത് രാജ്യത്തെ ജനാധിപത്യത്തിന് നൽകിയ ആഘാതമൊക്കെ തിരിച്ചെടുക്കാൻ അവർ ചെയ്തു. ഇങ്ങനെ സംഘത്തിൻ്റെ ഐതിഹാസികമായ ഈ പ്രയാണം, ആ പ്രയാണത്തിൻ്റെ ചരിത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇന്നും അടിയന്തരാവസ്ഥയുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പലരും ജീവിക്കുന്ന ഓർമ്മകളുമായിട്ട് ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. അവരൊക്കെ ആരോഗ്യം നശിച്ച് അടിയന്തരാവസ്ഥ പീഡനങ്ങളുടെ ഫലമായിട്ട് ഇന്നും ജീവിക്കുന്ന നിരവധി പേര് കേരളത്തിലും ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും നമുക്കുണ്ട്. ഒരിക്കലും രാഷ്ട്രം അവർ നൽകിയ ആത്മസമർപ്പണത്തെ മറക്കാൻ സാധ്യമല്ല. CK നാണു എന്ന് പറഞ്ഞ ജനതാ പാർട്ടിയുടെ നേതാവ് സോഷ്യലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, KG മാരാരെ പോലുള്ള നൂറുകണക്കിന് RSSകാരാണ് രാജ്യത്തെ ജനാധിപത്യത്തെ രക്ഷിച്ചത്. ഇതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒഴികെ ബാക്കി ഭാരതത്തിലെ എല്ലാ സ്ഥലത്തെയും മുസ്ലിം സംഘടനകൾ RSSനോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നും CK നാണു അന്ന് എടുത്തു പറഞ്ഞു. ഇനിയും പലരും പറയുന്നുണ്ട് ഇനിയൊരു അടിയന്തരാവസ്ഥ വരാൻ സാധ്യതയുണ്ടോ എന്ന്. ഒരിക്കലും സാധ്യമല്ല. കാരണം RSS എന്ന സംഘടന ശക്തമായി ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു അടിയന്തരാവസ്ഥയ്ക്കുള്ള സാധ്യത ഇനി ഒരിക്കലും ഉണ്ടാകില്ല. ഒരേ ഒരു പ്രതീക്ഷ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്.